അതെ, ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഇവിടെ കായ്ച്ച ആദ്യത്തെ ചക്ക കൊണ്ട് എന്തായാലും ഒരു ചക്ക പൊടുത്തൂകൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ചക്ക വെറുതെ ഉപ്പേരി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ ചക്ക കട്ട് ചെയ്യാണ്. ആദ്യം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ വിറകടുപ്പിൽ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. കാരണം കുക്കറിൽ വേവിച്ച് വയ്ക്കുമ്പോൾ പണി എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ കഴുകിയെടുത്ത ചക്കയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മാത്രം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കടുക് താളിക്കാനുള്ള ചെറിയുള്ളിയും പച്ചമുളക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും ഒക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോഴാണ് കറിവേപ്പിലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ വേഗം പോയി കറിവേപ്പില പൊട്ടിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കറിവേപ്പിലുണ്ട്. ചക്കയൊക്കെ വെള്ളമൊക്കെ വറ്റിയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചക്ക ചെറുതായി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ കൈ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, പക്ഷെ അത് ഒരു പൊടിഞ്ഞ ടൈപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായി കിട്ടും. ഞാൻ എന്തായാലും ഒന്ന് ഒതൻറ്റിക്കായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കടുക് താളിക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കടുക്, അതുപോലെ നമ്മൾ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില, പിന്നെ തേങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇത്രയും ഡ്രൈ ആക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളുടെ ചക്കപ്പൊടിത്തൂവൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പൊടി പൊടിയായി വിട്ട് വിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ സിമ്പിളല്ലേ?